നിന്നിലറിയ. രചന ഹർഷലക്ഷ്മി. അവതരണം സിദ്ധി. ഞാൻ സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അവനോടൊപ്പം ന്യൂസ് കാണാൻ തുടങ്ങി. കൊടുങ്കാറ്റിനെ കുറിച്ചാണ് ന്യൂസിലെ ചർച്ച നടക്കുന്നത്. നേരം വൈകിയില്ലേ? നിനക്ക് ഇന്ന് രാത്രി പോകണോ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു രാത്രി ചെലവഴിക്കാം. ഡൽഹിയിൽ നിന്ന് ടൗണിലേക്ക് 8 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഞാൻ അവനെ ഇടങ്ങണിട്ട് നിരീക്ഷിച്ചു. അവനാകെ ക്ഷീണിച്ചിരിക്കുമെന്ന് എനിക്ക് വ്യക്തം. നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ഞാൻ അവന് മറുപടി കൊടുത്തു. ശരി, നമുക്ക് നാളെ പോകാം. എന്നാലിപ്പോ പോയി റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ഇരുവരും ലിഫ്റ്റ് താഴത്തേക്ക് നിലയത്തേക്ക് എത്തി. ശേഷം ഹോട്ടലിൽ തന്നെ റെസ്റ്റോറന്റിലേക്ക് നടന്നു. ഡാൻസ് ഫ്ലോറും ഡിജെയും ഉള്ള വളരെ വലിയ ഡൈനിങ് ആണ് അവിടെ കണ്ടത്. അവിടെ മധുരമായ റൊമാൻറ്റിക് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. 5 or 6 കപ്പിൾസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഞങ്ങൾ ഒരു ടേബിൾ ഇരിപ്പുറപ്പിച്ചു. അവൻ എന്റെ എതിർവശത്തിരുന്നു. മെനുവെടുത്ത് അവൻ എന്നെ നോക്കി. നിനക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? സത്യത്തിൽ ആവേശം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ എന്നറിയില്ല, എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. വെജ് എന്തെങ്കിലും മതി. അപ്പോൾ നീ വെജിറ്റേറിയൻ ആണോ? ഞാൻ അദ്ദേഹം തലയാട്ടി. ആഹാ, ഞാനും. നുണയൻ എന്ന് ഞാൻ മനസ്സിൽ ആത്മഹതിച്ചു. പക്ഷേ ഇച്ചിരി ഉറക്കെയായിപ്പോയി. ഞാൻ കള്ളം പറയാറില്ല. അത് കേട്ട് എന്നോണം അവൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും മെനുവിൽ നോക്കി ഞങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം ഓർഡർ ചെയ്തു. ഒരുപാട് സംസാരിച്ചിരുന്നു. എനിക്കിപ്പോൾ എവിടെ തുടങ്ങണമെന്ന് ഒരു ഐഡിയയുമില്ല. അവനാണെങ്കിൽ മിണ്ടുന്നുമില്ല. എന്ത് വിധിയാണിത്? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോസ്റ്റ് അടിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ എന്താ ചെയ്യുക? അവൻ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അസഹനമായ 10 മിനിറ്റുകൾക്ക് ശേഷം അവൻ മിണ്ടി. നിന്റെ വർക്ക്ഷോപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ഞാനിവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നിനക്ക് ഞാൻ അയച്ച ലിങ്കിൽ നിന്നും എന്റെ വീഡിയോസ് കണ്ടോ? അതെ, കണ്ടു. അപ്പോൾ നിന്റെ പോർട്ട്ഫോളിയോയുടെ കാര്യമോ? അതിന്റെ സ്ഥിതി എന്താ? അത് കഴിഞ്ഞു. ഇപ്പോൾ എന്റെ ശ്രദ്ധ ഇന്റേൺഷിപ്പിനെ കുറിച്ച് മാത്രമാണ്. നിനക്ക് ഏതെങ്കിലും ഡിസൈനർമാർ കോണ്ടാക്ട് ഉണ്ടോ? ഉണ്ട്. എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് കുറച്ചു പേരുടെ നമ്പർ കിട്ടിയിരുന്നു. നീ ജ്വാലാമാധവനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നല്ലാതെ, അവരുടെ സെലിബ്രിറ്റി ഡിസൈനർ അല്ലേ? നിനക്ക് അവരോടൊപ്പം പ്രവർത്തിക്കണോ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? അവരെ പോലുള്ളവർ ഇന്റേൺഷിപ്പുകാർക്കൊന്നും പ്രവർത്തിക്കുകയില്ല. അവൻ എപ്പോഴേക്കും തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എടുത്തോ, ഇത് അവരുടെ പേഴ്സണൽ കാർഡാണ്. നിനക്ക് അവരെ വിളിക്കാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ അവരെ നോക്കി. ഞാൻ പതിയെ കാർഡ് എടുത്ത് വായിച്ചു. അത് ശരിക്കും ജ്വാലാമാധവന്റെതാണ്. അത് കണ്ടപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കാൻ തോന്നി എനിക്ക്. പക്ഷെ ഞാൻ എന്റെ അത്തരം വികാരങ്ങൾ നിയന്ത്രിച്ച് അവനോടൊപ്പം പലതവണ നന്ദി പറഞ്ഞു. അത് കേട്ട് അവൻ ചിരിച്ചു തുടങ്ങി. പിന്നെ നീ ഇനി അടുത്ത തവണ മെറിയോട് എന്റെ സഹായം ചോദിക്കേണ്ടതില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്നോട് നേരിട്ട് സംസാരിക്കാം. എല്ലാം കേട്ടിട്ടും ഞാൻ അവനെ തന്നെ നോക്കുകയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ എന്റെ പെരുമാറ്റം ഞാൻ ഓർക്കുന്നു. മാനവ്, അന്ന് ആ ദിവസം ഉണ്ടായതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പോർട്ട്ഫോളിയോ ടെൻഷൻ കാരണം ഞാൻ ആകെ പ്രശ്നത്തിലായിരുന്നു. അതിന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കൂടെ ആയപ്പോ ഞാൻ നിന്റെ ക്ഷമയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. അതെന്താ? അവൻ എന്തോ ആലോചിച്ച് തുടർന്ന് പറഞ്ഞു. എന്റെ ചോദ്യത്തിന് നീ ഉത്തരം നൽകണം. ശരി, ചോദിക്ക്. അവൻ പറഞ്ഞു തുടങ്ങി. മുൻപ് ഞങ്ങളുടെ ഭക്ഷണം എത്തി. വെയിറ്റർ ഞങ്ങൾക്ക് വിളമ്പി തന്നു. ഞങ്ങൾ കഴിക്കുവാൻ തുടങ്ങവേ അവൻ എന്നോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. മൈഥിലി, വേറൊന്നുമല്ല എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ 2 പേരും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ നീ തികച്ചും വ്യത്യസ്തയായിരുന്നു. ഞാൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ഞാൻ പറഞ്ഞു വന്നത്, നീ നന്നായി തന്നെ കാണപ്പെട്ടു ആ ദിവസം. പക്ഷേ അതൊന്നും ആ ദിവസം അനുയോജ്യമായതല്ലായിരുന്നു. അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആ ദിവസം ഓർത്തുപോയി. ശരി മാനവ്, ഇനി ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ പേര് ഒരു മാട്രിമോണിയൽ പേജിൽ ഇടണമെന്നത് എന്റെ അമ്മയുടെ മാത്രം തീരുമാനമാണ്. ഞാൻ അതിനെ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നെ നിരസിക്കാൻ ഒരു കാരണമുണ്ടാക്കുകയാണ് ഞാൻ ചെയ്തത്. അവൻ എന്നെ പറയുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി. ഞാൻ നിന്നെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി നീ നിന്റെ രൂപം തന്നെ മാറ്റി അല്ലേ? ഞാൻ അതെ എന്ന് തലയാട്ടി. പക്ഷേ എല്ലാം തെറ്റായിപ്പോയി. നിങ്ങളെ ബോറടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ വേണ്ടെന്ന് വെക്കുമെന്ന് ഞാൻ കരുതി. നിങ്ങൾ തന്നെ എന്നെ ഇഷ്ടമില്ലെന്ന് മെസ്സേജ് അയച്ചാലോ? അതോടെ ആ അധ്യായം കഴിഞ്ഞു. അത് കേട്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിന്റെ ഡ്രസ്സ് നോക്കി വിലയിരുത്താൻ നോക്കുമെന്ന് നീ കരുതിയോ? എന്തുകൊണ്ട്? ഞാനന്ന് കുറച്ച് ഓവറായിരുന്നു. കുറച്ചല്ല, നല്ല ഓവറായിരുന്നു.
എനിക്കത് ശരിക്കും ദേഷ്യം വന്നു. നീ എന്നെ കളിയാക്കിയാണെന്ന് എനിക്ക് തോന്നിയത്. നിന്റെ ഫോട്ടോ മാട്രിമോണിയൽ പ്രൊഫൈൽ ഉള്ളതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നിന്നെപ്പോലെ തന്നെ ഇതിനോടൊക്കെ കാരണം എന്റെ അമ്മ കൂടിയാ. എന്റെ അമ്മയും എന്നെക്കാളും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. നിന്നെ കണ്ടപ്പോ എന്തോ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നിന്നെ സാരി ഉടുത്ത് കണ്ടപ്പോ എന്റെ സമനില തെറ്റി. രണ്ടാമത്തെ കാര്യം, നിന്റെ ഓരോരോ കോപ്രായം കണ്ട് ഞാൻ അന്തം വിട്ടത്. ഒരു അപരിചിതനെ കാണാൻ മാത്രം പണവും സമയവും ചെലവഴിക്കുന്നു. എനിക്കിത് എന്തുകൊണ്ടോ ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഈ അറേഞ്ച് മാരേജ് വല്ല താല്പര്യമില്ലാത്ത ആളാണ്. ഞാനത് എന്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അമ്മ എന്നെ മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ എനിക്കായി തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്ന പ്രൊഫൈൽ ഞാൻ നിരസിക്കുന്നത്. അതിലൂടെ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ പെൺകുട്ടിയാണ് നീ. ഒരു മണിക്കൂറോളം പരിചയം കൊണ്ട് ഒരാൾ എങ്ങനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ കഴിയും? നീ തന്നെ ആലോചിച്ചു നോക്ക്. ഞാൻ അവന്റെ ഓരോ വാക്കുകളും ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ടേബിളിരുന്ന് വെള്ളം കുടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. നിന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് വേറെയായിരുന്നു. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നോ നീ പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഞാൻ നിന്നെ കണ്ടപ്പോൾ എല്ലാ TV സീരിയലുകളെയും പോലെ നീ എനിക്കായി തിരഞ്ഞെടുക്കപ്പെടാൻ കാത്തിരിക്കുന്നത് പോലെ തോന്നി. അതോടെ എന്റെ മനസ്സിലുള്ള എല്ലാ നിരാശയും പുറത്തേക്ക് വന്നു. അടക്കി വെച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പുറത്തായി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണുകൾ കണ്ണീർ തളം കെട്ടി നിന്നിരുന്നു. അവ പുറത്തു ചാടാനാവാതെ വിതുമ്പി നിന്നു. ഞാൻ TV സീരിയലുള്ളത് പോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ അതൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഞാനും അമ്മയും ഒരുമിച്ച് അത്താഴം കഴിക്കുമ്പോൾ അമ്മ അത് കാണാറുണ്ട്. കൂടെ ഞാനും കാണേണ്ടി വരും. ഞാൻ വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്കൊപ്പം അത്താഴം കഴിക്കാറാണ് പതിവ്. TVയിലെ അവരുടെയൊക്കെ വേഷങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്തത്. പട്ടുസാരിയും ഓർണമെന്റ്സ്, ഒരു ലോഡ് മേക്കപ്പും. നീയും അതുപോലെയല്ലേ എന്നെ കാണാനെന്ന് വന്നത്? ശരിയാണ്. നിങ്ങൾ എന്നെ കളിയാക്കാനും വിവാഹത്തെക്കുറിച്ച് ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെപ്പോലല്ലാതെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതൊക്കെ തന്നെയാണ് എന്റെ സീരിയൽ നടിമാരുടെ ലുക്കിൽ പിന്നിൽ കാരണം. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. അന്ന് മെറിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന്. ഞാൻ നിന്നോട് മാപ്പ് പറയണമെന്ന് കരുതിയതാ. പക്ഷേ ആ സമയത്ത് നീ ദേഷ്യത്തിലായിരുന്നു. നിന്നോട് എന്നെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ നിന്റെ എന്നോടുള്ള മനോഭാവം കണ്ടപ്പോൾ എന്റെ ക്ഷമ അത്രയും എളുപ്പത്തിൽ നീ സ്വീകരിക്കില്ലെന്ന് മനസ്സിലായി. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഹൃദയത്തെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. മൈഥിലി, നിന്നെ കാണുമ്പോഴൊക്കെ സോറി പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നീ എന്റെ മുന്നിൽ വന്നപ്പോൾ നീ ഞാൻ കളിയാക്കാൻ വരുന്നത് പോലെയാണ് നീ കണ്ടത്. അവൻ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. എടോ, താൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ കാതുകളെ വിശ്വസിക്കാനാവാതെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അത് ശരിക്കും അസഹനീയമായ ഒരു നിമിഷമായി തോന്നി. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നത് തുടർന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൻ തന്നെ തുടർന്നു. ഇപ്പോഴും ദേഷ്യമാണോ തനിക്ക് എന്നോട്? ഞാൻ തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ദേഷ്യം ഇല്ലല്ലോ അല്ലേ? ഇല്ല. ശരി, എങ്കിൽ നമ്മൾക്ക് രണ്ടർക്കും പഴയതൊക്കെ മറക്കാം. ഒന്നു മുതൽ തുടങ്ങാം. എന്തു പറയുന്നു? അതും പറഞ്ഞ് അവൻ എനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡിൽ കൈനീട്ടി. ഞാൻ അവന്റെ കൈയിലേക്ക് എന്റെ കൈകൾ ചേർത്തു. വീണ്ടും അവന്റെ സ്പർശം എന്റെ ശരീരത്തെ ഒരു തരംഗം സൃഷ്ടിച്ചു. അവൻ സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഞാൻ മാനവ് വർമ്മ. ഹലോ, ഞാൻ മൈഥിലി. നിങ്ങൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഫ്രണ്ട്സ്, ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്സ്. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നമുക്കൊരു ഡാൻസിലൂടെ നമ്മുടെ സൗഹൃദം ആഘോഷിച്ചാലോ? അവന്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു. ഞാൻ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. അവൻ ഇന്ന് വിചിത്രമായി പെരുമാറുന്ന പോലെ തോന്നി. ഇന്നത്തെ പോലെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അയ്യോ, ഞാനില്ല. മൈഥിലി, നീ ഡാൻസ് ചെയ്യുമല്ലോ, എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അവനെ നോക്കി. അപ്പോഴേക്കും അവൻ എന്റെ കൈ പിടിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവനെ തൊടുമ്പോഴെല്ലാം എനിക്കെന്തോ സ്പർശിക്കുന്ന പോലെയാണ്. ഒരുപാട് കാന്തി പ്രഹരം എന്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് പോലെ. അവൻ എന്നെ ഡാൻസ് ഫ്ലോറിലേക്ക് കൊണ്ടുപോയി. 2-3 ജോഡികൾ അവിടെ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നു. DJ സ്ലോ ആയ റൊമാൻറ്റിക് സോങ്സും അവിടെ പ്ലേ ചെയ്തിരുന്നു. ഞാനിപ്പോ അവന്റെ കൂടെ മറ്റേ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഉള്ള പോലെ ഡാൻസ് ഇല്ലേ, അത് ചെയ്യണേ. മാനവ് പതുക്കെ എന്റെ ഒരു കൈ അവന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവന്റെ മറ്റേ കൈ അവന്റെ തോളിൽ വെച്ചു. അവനും അതുതന്നെ ചെയ്തു. മോനെ, മനസ്സിൽ ലഡു പൊട്ടി. അവന്റെ ഉദ്ദേശങ്ങൾ നല്ലതല്ലെന്ന് എന്റെ മനസ്സ് വീണ്ടും എനിക്ക് മുന്നറിയിപ്പ് നൽകുന്ന പോലെ തോന്നി. അവൻ എന്റെ മനസ്സ് വായിച്ചതുപോലെ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. അവൻ എന്റെ അടുത്ത് വന്ന് എന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു,
അധികം ചിന്തിക്കണ്ട, മ്യൂസിക് ആസ്വദിച്ചാൽ മതി. അവൻ എന്നോട് വളരെ അടുത്താണ്. അവന്റെ ശ്വാസം എൻ്റെ കവിളിലായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ കവിളുകൾ നാണത്താൽ ചുവന്തുടുത്തു. എൻ്റെ ശരീരത്തിലെ എല്ലാ ഹോർമോണുകളും പരസ്പരം കലഹിക്കുന്നത് പോലെ തോന്നി. ഞാൻ നാണത്താൽ മുഖം താഴ്ത്തി. അവൻ തൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ താടി ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ ഡാൻസ് പാർട്ട്ണറെ നോക്കി വേണം ഡാൻസ് കളിക്കാൻ. എൻ്റെ കണ്ണിലേക്ക് നോക്കടോ താൻ. അപ്പോഴേക്കും സുൻ സാദിയ സോങ് പ്ലേ ചെയ്തിരുന്നു. അവൻ്റെ മൃദുവായ സ്പർശനം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഏകദേശം 15-20 മിനിറ്റ് വരെ ഞങ്ങൾ ഡാൻസ് ചെയ്തു. ഞാൻ അവനെ എത്രയധികം നോക്കുവോ അത്രയധികം എനിക്ക് അവനോട് ഇഷ്ടം കൂടുതൽ തോന്നി. രാത്രി മുഴുവൻ അവനോടൊപ്പം ഡാൻസ് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവൻ്റെ സ്യൂട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. അവൻ വാതിലടച്ചുകൊണ്ട് എന്നെ നോക്കി. താങ്ക്സ്. ഞാൻ എന്തെന്ന അർത്ഥത്തിൽ പുരികമുയർത്തി അവനെ നോക്കി. എന്തിന്? ഒന്നുമില്ല. അവൻ ഒരു സോഫയിൽ ഇരുന്ന് വെള്ളം കുടിച്ചു. ശേഷം വാട്ടർ ബോട്ടിൽ എനിക്ക് കൈ. നിനക്ക് ഇവിടെ ഉറങ്ങണോ അതോ അല്ലെങ്കിൽ നിനക്ക് മറ്റൊരു മുറി ബുക്ക് ചെയ്യണോ? സമയം ഇതിനകം രാത്രി 12 മണി ആയിരുന്നു. വേണ്ട, ഞാൻ മറ്റേ മുറിയിൽ കിടന്നോളാം. ഉറപ്പല്ലേ? അതെ. ശേഷം ഞാൻ ആ മുറിയിലേക്ക് പോയി വാതിലടച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോഴാണ് ഫോൺ റൂമിൽ മറന്നു വെച്ച് പോയെന്ന് ഞാൻ ഓർത്തത്. ഞാൻ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ വീട്ടിൽ ഒരുപാട് മെസ്സേജുകൾ കോൾ വന്നിട്ടുണ്ട്. നേരം വൈകിയോണ്ട് അവർ മെസ്സേജ് അയച്ച് ഞാൻ കിടന്നു. മാനവ് ഒരു മോശക്കാരനല്ലെന്ന് ഞാൻ ഓർത്തു. അവൻ സ്ത്രീകളൊക്കെ ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ അവനെക്കുറിച്ച് തീർത്തും തെറ്റായിട്ടാണ് ഇതുവരെ ചിന്തിച്ചിരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു കിടന്നു. എൻ്റെ മനസ്സിലുടനീളം അവൻ്റെ മുഖം മാത്രം, അവൻ്റെ പുഞ്ചിരി, അവൻ്റെ കണ്ണുകൾ, അവൻ്റെ ചുണ്ടുകൾ, അവൻ്റെ ഗന്ധം, അവൻ്റെ ശബ്ദം. ഈശ്വര, എനിക്കെന്തിനാ ഇങ്ങനെ തോന്നുന്നത്? അവൻ മറ്റുള്ളവരെ പോലെ ഒരു ഫ്രണ്ട് മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ ഇത്രയും പ്രത്യേകത? ഞാൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് സോഫയിൽ പോയിരുന്നു. എൻ്റെ ഫോണിൽ പെട്ടെന്നൊരു മെസ്സേജ് വന്നു. അത് മാനവിൻ്റെതാണ്. ഗുഡ് നൈറ്റ് ഡിയർ. അത്രമാത്രം. ഞാൻ ആദ്യമായി അവൻ്റെ മെസ്സേജിന് മറുപടി കൊടുത്തു. ഞാൻ ചിരിച്ചുകൊണ്ട് ആ സോഫയിൽ തന്നെ കിടന്നു. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ അവനിൽ മനസ്സാൽ ചേർന്നു കഴിഞ്ഞു. അതെ, എനിക്ക് അവനോട് പ്രണയമാണ്. അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ കടലകളങ്ങളിൽ ഞാൻ മുങ്ങി താഴുകയാണ്. നിന്നിലലിയാൻ മാത്രം. തുടരും.